കാലാവധി കഴിഞ്ഞ് പൊളിക്കാൻ മാറ്റിയിട്ട ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിലെ ടിപ്പർ ലോറിയിൽ നിന്നും കാരിയറും ടയറും അടക്കം മോഷ്ടിച്ചു കടത്തി. സംഭവം വിവാദമായതോടെ അഴിച്ചെടുത്തവ തിരികെ ഘടിപ്പിച്ച് മോഷ്ടാക്കൾ അങ്ങ് മുങ്ങി. മുൻ പഞ്ചായത്ത് ജീവനക്കാരനാണ് മോഷണത്തിന് പിന്നിലെന്നാണ് ആരോപണം. പഞ്ചായത്ത് അധികൃതർ നൽകിയ പരാതിയിൽ ഉടുമ്പൻചോല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പതിനഞ്ച് വർഷത്തെ കാലപ്പഴക്കമുള്ളതിനാൽ റീടെസ്റ്റ് നടത്തുവാൻ കഴിയാതെ ഉടുമ്പൻചോല പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ മൈതാനത്ത് നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയിൽ നിന്നാണ് മോഷണം നടന്നത്. കാരിയർ അഴിച്ചുകൊണ്ടുപോയി. ടയറും അഴിച്ചുമാറ്റുവാൻ ശ്രമം നടന്നതായി പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തി. സംഭവം വിവാദമായതോടെ രാത്രിയിൽ തന്നെ കടത്തിക്കൊണ്ടുപോയ സാധനങ്ങൾ തിരികെ വാഹനത്തിൽ ഘടിപ്പിച്ചു. തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ഉടുമ്പൻചോല പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്തിൻ്റെ ടിപ്പർ ഉണ്ടായിരുന്നു. അത് നമ്മളതിൻ്റെ കാലാവധിയെല്ലാം കഴിഞ്ഞതാണ്. അതിലേലം ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ മോഷണ ശ്രമം നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നു. അന്വേഷണം നടത്തി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിന് തക്കതായ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പഞ്ചായത്ത് പോകും. പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആകെ വാഹനം ഓടിയത് 40,000 കിലോമീറ്റർ മാത്രമാണ്. വാഹനത്തിന്റെ ടയറുകൾ പുതിയതും മറ്റു ഭാഗങ്ങൾക്ക് ഒരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. പ്രതിക്കായി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഉടുമ്പൻചോല പോലീസും വ്യക്തമാക്കുന്നു. റിപ്പോർട്ടർ ഇടുക്കി.